ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21 അധ്യായം. വിതുര മൈത്രേയ സംവാദം തുടരുന്നു. വിതുര ഉവാച. സ്വായംഭുവസ്യ ജമനോർ വംശപരമസമ്മതഃ കദ്യതാം ഭഗവൻ എത്ര മൈഥുനേനൈതിരേ പ്രജാഃ. വിതുരർ പറഞ്ഞു, ഹേ ഭഗവൻ, സർവജ്ഞനായ മൈത്രേയ മഹർഷേ, ബ്രഹ്മാവിൻ്റെ പുത്രനായതുകൊണ്ട് സ്വായംഭുവൻ എന്നു സുപ്രസിദ്ധനായ മനുവിൻ്റെ വംശം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് സജ്ജന സമ്മതമാണല്ലോ. ആ വംശം അഭിവൃദ്ധിയെ പ്രാപിച്ചത് സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടാണല്ലോ. അതുകൊണ്ട് കേൾക്കുന്നവരുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുവാൻ യോഗ്യമായ മനുവംശത്തെ അങ്ങ് വിസ്തരിച്ചരുളി ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയം വദോത്താനപാദൗ സുതൗ സ്വായംഭുവസ്യ വൈ യഥാ ധർമ്മം ജുഗുപദുഃ സപ്തതി ഭവതീം മഹീം. സ്വായംഭുവ മനുവിൻ്റെ സുപ്രസിദ്ധന്മാരായ പുത്രന്മാരാണല്ലോ പ്രിയവ്രതനും ഉത്താനപാദനും. 7 ദ്വീപുകളോടുകൂടിയ അതിവിസ്തീർണമായ ഈ ഭൂമിയെ ധർമ്മം പിഴയ്ക്കാതെ അവർ ഏതുവിധം പരിപാലിച്ചുവെന്ന സംഗതിയും അങ്ങ് അരുളി ചെയ്യണം. അതിവിസ്തീർണമായ ഭൂമിയിലുള്ള ബഹുവിധ ജനങ്ങളെ ധർമ്മം തെറ്റാതെ രക്ഷിക്കുന്നത് വിഷമമാകയാൽ അവരുടെ പരിപാലനക്രമത്തെയും ലോകോപകാരത്തിനായി വിസ്തരിച്ചു പറയണം. തസ്യ വൈ ദുഹിതാ ബ്രഹ്മൻ ദേവഹൂതീതി വിശ്രുത പത്നി പ്രജാപതേരുക്ത കർദമസ്യ ത്വയാനഘ. ഹേ ബ്രഹ്മൻ, കാമാദിദോഷലേശബാധയില്ലാത്ത മഹാത്മൻ സ്വായംഭൂമനുവിൻ്റെ പുത്രിയും സുപ്രസിദ്ധവുമായ ദേവഹൂതി കർദമ പ്രജാപതിയുടെ പത്നിയായി ഭവിച്ചുവെന്ന് മുമ്പങ്ങ് അരുളി ചെയ്തുവല്ലോ. തസ്യാം സ വൈ മഹായോഗി യുക്തായാം യോഗലക്ഷണൈഃ സസർജ കഥിതാ വീര്യം തന്മേ ശുശ്രൂഷവേ വദ. മഹായോഗിയായ കർദമൻ യമനിയമാദി യോഗലക്ഷണയുക്തയായ ദേവഹൂതിയിൽ എത്ര സന്താനങ്ങളെ ജനിപ്പിച്ചുവെന്ന് കേൾപ്പാൻ ആഗ്രഹമുള്ള എന്നോട് പറയണമേ. രുചിര്യോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണസുതഃ യഥാ സസർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. ഹേ ബ്രഹ്മൻ, ബ്രഹ്മപുത്രന്മാരും ഐശ്വര്യസമ്പന്നന്മാരുമായ രുചിയും ദക്ഷനും മനുവിൻ്റെ പുത്രിമാരായ ആകൂതിയെയും പ്രസൂതിയെയും ഭാര്യമാരായി ലഭിച്ചതിൽ പിന്നെ അവരും ഏതേതു വിധത്തിൽ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു എന്നതും പറയണം. മൈത്രേയ ഉവാച. പ്രജാസൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിതഃ സരസ്വത്യാം തപസ്തേഭേ സഹസ്രാണാം സമാദശ. ഇപ്രകാരം വിതുരർ ചെയ്ത ചോദ്യം കേട്ട മൈത്രേയ മഹർഷി കർദമമനു ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കുന്നതിനും കാരണമായ തപശ്ചര്യയെ പറയുന്നു. ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞതിനെ കേട്ട ജ്ഞാനാദ്യൈശ്വര്യം തികഞ്ഞ കർദമൻ സരസ്വതീ നദിയുടെ തീരത്തിൽ 10,000 സംവത്സരം തപസ്സു ചെയ്തു. തതസമാധിയുക്തേന ക്രിയായോഗേന കർദമഃ സംപ്രപേദേ ഹരീം ഭക്ത്യാ പ്രസന്നവരദാശുഷം. അനന്തരം കേവല തപസ്സുകൊണ്ട് ഭഗവത് പ്രസാദം ലഭിപ്പാൻ പ്രയാസമാണെന്നറിഞ്ഞ കർദമൻ ഭഗവാനിൽ ഉറപ്പിച്ചതായ സമാധി യോഗത്തോടുകൂടെ പൂജാ നമസ്കാര സ്തോത്രാദികളോടുകൂടിയ കർമ്മയോഗത്തെയും പരമപ്രേമലക്ഷണയായ ഭക്തിയോഗത്തെയും ഉപയോഗിച്ചുകൊണ്ട് ആശ്രിതന്മാർക്ക് അഭീഷ്ട വരപ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെ സേവിച്ചു. താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസ തം ക്ഷത്തഃ ശാബ്ദം ബ്രഹ്മ ദദദ്വപുഃ. കൃതയുഗം എന്ന പേർ പറയപ്പെടുന്നതായ ആ കാലത്തിൽ 10,000 സംവത്സരം തപസ്സു ചെയ്തപ്പോൾ കടാക്ഷമാത്രത്താൽ ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കുന്ന താമരദള നേത്രനായ ഭഗവാൻ, ഹേ വിതുര, വേദത്താൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന സച്ചിദാനന്ദ ആത്മസ്വരൂപത്തെ ധരിച്ചുകൊണ്ട് ആത്മാവിനെ ഭക്തനായ കർദമന് കാട്ടിക്കൊടുത്തു. സദം വിരജമർക്കാഭം സിത്പദ്മോത്പലസ്രജം സ്നിഗ്ധനീലാളകവ്രാത വക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം വിന്യസ്തചരണാംബോജമംസദേശേ ഗരുന്മദഃ
ദൃഷ്ട്വാഖേവ സ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധ്ന ശ്രിതൗ ലബ്ധമനോരഥഃ ഗീർഭിസ്ത്വഗൃണാത് പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലിഃ. ആ കർദമ പ്രജാപതി പ്രത്യക്ഷനായി ഭവിച്ച ഭഗവാനെ കണ്ടിട്ട് വർദ്ധിച്ച സന്തോഷത്തോടുകൂടെ ഭഗവത്പാദപത്മത്തിൽ ദണ്ഡനമസ്കാരം ചെയ്ത ശേഷം അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് സ്തോത്രം ചെയ്തു. പ്രത്യക്ഷമായ ഭഗവത് രൂപത്തിൻ്റെ മഹിമയെ വിവരിക്കുന്നു. രജസ് സംബന്ധമില്ല, ശുദ്ധ സത്വഗുണം മാത്രമേയുള്ളൂവെന്ന് ഭക്തന്മാരോട് ഉപദേശിക്കുന്ന മട്ടിൽ നിർമ്മലവും പ്രകാശവും തന്നെയാണ് സ്വരൂപം. ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ വേണ്ടി ആ പ്രകാശത്തെ മൂർത്തിമത്താക്കിയിരിക്കുകയാണെന്ന് തോന്നുവാൻ തക്കവിധം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതും വെള്ളത്താമരദളങ്ങളും ആമ്പൽ ദളങ്ങളും കൂട്ടി ചേർത്തി കെട്ടിയ മാലയെ ധരിച്ചും മിനിപ്പും അതിനീല നിറവുമുള്ള കുറുനിരകളെ കൊണ്ട് ശോഭിക്കുന്ന മുഖമുള്ളതും അതിശുഭ്രമായ വസ്ത്രത്തെ ധരിച്ചും ശ്രേഷ്ഠമായ കിരീടം കുണ്ടലം എന്നീ ആഭരണങ്ങളെയും ശംഖം ചക്രം ഗദ എന്നീ ആയുധങ്ങളെയും ധരിച്ചും വെള്ളത്താമരപ്പൂവിനെ ഒരു കളിക്കോപ്പായിട്ട് കയ്യിൽ പിടിച്ചും മനസ്സിനെ ആകർഷിക്കുന്ന മന്ദഹാസാമൃതത്തിൽ മുങ്ങിയിരിക്കുന്ന കാരുണ്യ കടാക്ഷത്തെ ഭക്തനു നേരെ പ്രയോഗിച്ചും ഗരുഡൻ്റെ പുറത്തിരുന്ന് കണ്ഠസ്ഥാനത്തിൽ ചരണകമലത്തെ വെച്ചും മാറിടത്തിലിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെയും കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കൗസ്തുഭം എന്ന രത്നത്തിൻ്റെയും ശോഭാതിശയത്തെ വഹിച്ചുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ ആ ദിവ്യമംഗള സ്വരൂപത്തെ കണ്ടപ്പോൾ ഉണ്ടായ പ്രീത്യതിശയത്താൽ പ്രസാദിച്ച മനസ്സോടുകൂടി നമസ്കാരം ചെയ്ത ശേഷം ഭഗവാന്റെ അസാധാരണ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. ഋഷിരുവാച ജുഷ്ടം പദാദ്യഖില സത്വരാശേഃ സാംസിദ്ധ്യമക്ഷണോസ്തവ ദർശനാന്നഃ യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭിഃ ആശാസതേ യോഗിനോ രൂഢയോഗാഃ. കർദമ പ്രജാപതി സ്തുതിച്ചു. ഹേ ഈഡ്യ, സ്തോത്രം ചെയ്യുവാൻ തക്ക സകല ഗുണങ്ങളുടെയും സമ്പത്തി നിന്തിരുവടിയിലുള്ളതിനാൽ സകലരാലും സ്തോത്രം ചെയ്യുവാൻ യോഗ്യനായുള്ളവനെ, സത്വഗുണത്തിൻ്റെ കാര്യമായ ജ്ഞാനാദികൾ പൂർണ്ണമായി പ്രകാശിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് സിദ്ധിച്ചതുകൊണ്ട് നേത്രങ്ങൾ ഉണ്ടായതിൻ്റെ സൽഫലം ഇപ്പോൾ പൂർണ്ണമായി അനുഭവിച്ചു. ഹാ, എന്തൊരു ഭാഗ്യം! അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചുണ്ടായ സംസ്കാര വൈഭവത്താൽ യമനിയമാദികളായ യോഗാംഗങ്ങളിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ മഹായോഗികൾ കൂടെ അങ്ങയുടെ ദർശനത്തെ ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ. അത്ര ദുർലഭമായ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചത് അവിടുത്തെ കാരുണ്യാതിശയ ബലമെന്നല്ലാതെ മറ്റെന്തു പറയാം. ഏ മായയാദേ ഹതമേധസസ്ത്വത് പാദാരവിന്ദം ഭവസിന്ധുപോദം ഉപാസതേ കാമലവായ തേഷാം രാസീശകാമാൻ നിരയേഭിയേ സ്യുഹോ. കാമക്രോധാദിവൃത്തികളാകുന്ന ഭയങ്കര ജന്തുക്കളുള്ളതിനാൽ കടക്കുവാൻ പ്രയാസം അധികമുള്ള സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഭക്തന്മാരെ കടത്തിവിടുന്ന കപ്പലായിരിക്കുന്ന അങ്ങയെ നരകതുല്യമായ നീചയോനികളിൽ ജനിക്കുന്ന ശ്വാക്കൾ മുതലായ ക്ഷുദ്രജന്തുക്കൾക്കുകൂടെ ലഭിക്കുന്നതായ വിഷയസുഖങ്ങൾക്കു വേണ്ടി സേവിക്കുന്നവരുടെ ബുദ്ധിശക്തി അങ്ങയുടെ മായാദേവിയാൽ നശിപ്പിക്കപ്പെട്ടതായിട്ടു തന്നെ കരുതേണ്ടതായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാനന്ദപ്രാപ്തിരൂപമായ പരമപുരുഷാർത്ഥത്തെ നൽകുന്ന അങ്ങയെ നിസ്സാര വിഷയസുഖത്തിനു വേണ്ടി വിചാരശക്തിയുള്ളവർ ഒരിക്കലും ഭജിക്കുകയില്ല. എന്നാൽ ഈശ്വരനായ അങ്ങാകട്ടെ അവർ പ്രാർത്ഥിക്കുന്നതായ ആ കാമങ്ങളെയും നൽകുന്നു. സർവേശ്വരനായ അങ്ങയെ ഭജിക്കുന്നത് ഏതുവിധമായാലും വ്യർത്ഥമായി വരുന്നതല്ല. വിരക്തന്മാർ പ്രാരബ്ധഫലമായി സിദ്ധിക്കുന്ന വിഷയത്തിൽ സംതൃപ്തന്മാരായിട്ട് മോക്ഷാർത്ഥം ഭഗവാനെ ഭജിക്കണം. ആ ഭജനം ശ്രേഷ്ഠം. തഥാ സചാഹം പരിവോടുകാമഃ സമാനശീലം ഗൃഹമേതദേനും ഉപേയിവാൻ മൂലമശേഷമൂലം ദുരാശയക്കാമദുഃഖാംഗ്രിപസ്യ. സകാമ ഭക്തന്മാരെ പോലെ തന്നെ ഞാനും സ്വഭാവാദി ഗുണങ്ങൾ കൊണ്ട് എന്നോട് തുല്യയും ധർമാർത്ഥ കാമങ്ങളെ സാധിപ്പിക്കുന്ന ഗൃഹസ്ഥാശ്രമ കാമധേനുവുമായ ഭാര്യയെ ലഭിപ്പാൻ ആഗ്രഹിക്കുന്നതിനാൽ സകല കാമങ്ങളെയും സാധിപ്പിക്കുന്ന ഭക്തകൽപ്പതരുവായ അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭാര്യാസ്വീകാരം വിഷയസുഖത്തിനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകയാൽ എൻ്റെ അന്ധഃകരണവും പരിശുദ്ധമായിട്ടില്ല. 10,000 സംവത്സരം തപസ്സു ചെയ്തിട്ടും കർമ്മബീജം നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കയാൽ
അന്ധകരണ ശുദ്ധിക്ക് തപസ്സല്ല ഭക്തിയാണ് വേണ്ടതെന്ന് സൂചിപ്പിച്ചു. പ്രജാപതേസ്തേ വജസാദയീശ സ്തന്ധ്യ ലോകക്കിലായം കാമഹതോനുബന്ധഃ അഹം ച ലോകാനുഗതോ വഹാമി ബലിം ച ശുക്ലാനിമിഷായ തുഭ്യം. ബ്രഹ്മാദിദേവന്മാരെയും ഓരോ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്ന സർവേശ്വരനും ലോകരക്ഷിതാവുമായ അങ്ങയുടെ വാക്കാകുന്ന മൂക്കുകയറിനാൽ ബന്ധിക്കപ്പെട്ടതാണല്ലോ ഈ ലോകം സമസ്തവും. ലോകധർമ്മത്തെ അനുസരിക്കുന്ന ഞാനും കാലസ്വരൂപനായ അങ്ങയുടെ ആജ്ഞയെ പരിപാലിക്കുന്നതായ ആ പൂജയെ നിർവഹിച്ചു കൊള്ളുന്നുണ്ട്. ഭഗവാൻ ലോകത്തെ സംരക്ഷിക്കുന്നതിന് 2 മാർഗം നിശ്ചയിച്ചിരിക്കുന്നു. ആ നീതി നിയമങ്ങളെ കാണിക്കുന്നതിനായിട്ട് വേദവാക്യങ്ങൾ ഭഗവാന്റെ മുഖത്തിൽ നിന്നുണ്ടായി. വിഷയാസുഖാശയില്ലാത്തതിനാൽ തക്കവിധം സംസ്കാരം സിദ്ധിച്ച വിരക്തന്മാരെക്കുറിച്ച് പറയുന്ന ജ്ഞാനകാന്ഡം ഒരു ഭാഗം, അത്രത്തോളം സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത സകാമന്മാരെക്കുറിച്ച് പറയുന്ന കർമ്മകാന്ഡം മറ്റൊരു ഭാഗം. വേദത്തിലുള്ള ഈ 2 ഭാഗങ്ങളെ കാളകളുടെ മൂക്കു തുളച്ച് കോർത്തുപിടിക്കുന്ന കയറുപോലെ വിചാരിക്കണം. ആ രീതിയിൽ സംസ്കാരം സിദ്ധിച്ച ജീവന്മാർ ക്രമത്തിൽ മോക്ഷം പ്രാപിക്കുന്നു. അപ്രകാരമില്ലാത്ത സകാമന്മാരോട് വേദം വേറെ ഒരു വിധത്തിൽ ഉപദേശിക്കുന്നു. ജനിക്കുന്ന ഒരുവന് 3 വിധം ബാധ്യതകളുണ്ട്. ഋഷികടം, ദേവകടം, പിതൃകടം എന്നിങ്ങനെ 3 കടങ്ങളായിട്ട് ഇവയെ പറഞ്ഞിരിക്കുന്നു. വേദാധ്യയനം കൊണ്ട് ഋഷികൾക്കുള്ള കടവും, യത്നം കൊണ്ട് ദേവകളുടെ കടവും, സന്താനോൽപാദനത്താൽ പിതൃക്കളുടെ കടവും തീർത്ത ശേഷം മോക്ഷത്തിനായി പരിശ്രമിക്കണം. അല്ലാതെ മോക്ഷമാർഗത്തിൽ പ്രവേശിക്കുന്നത് പാപമായി തീരും. എന്നിപ്രകാരം ശാസിക്കുന്ന അങ്ങയുടെ ആജ്ഞയെ സകാമനായ ഞാൻ 3 വിധം ഋണങ്ങളെ തീർക്കുന്നതിനു വേണ്ടി അങ്ങയുടെ വിധിച്ചിരിക്കുന്ന മാർഗങ്ങളെ ശരിയായി അനുഷ്ഠിക്കുന്ന കർമ്മത്താൽ ലോകരക്ഷാധികാരത്താൽ സ്വശക്തിയെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധ സ്വരൂപനായ അങ്ങയെ ആരാധിച്ചുകൊള്ളാം. അതിനാവശ്യമായിരിക്കുന്ന ധർമ്മപത്നിയെ ലഭിപ്പാനും അങ്ങയുടെ കാരുണ്യം വേണമല്ലോ. അതുകൊണ്ടാണ് സ്ത്രീകാമനായിട്ട് ഭജിച്ചതെന്ന് കർദമ പ്രജാപതി ഭഗവാനോട് ഉണർത്തിച്ചു. ലോകാംശ്ച ലോകാനുഗതാം പശൂംശ്ച ഹിത്വാ സൃതാസ്തേ ചരണാദപത്രം പരസ്പരം ത്വദ്ഗുണവാദസീതു പീയൂഷനിര്യാഭിതദേഹധർമാഃ തേജരാക്ഷഭ്രമിരായുരേഷാം ത്രയോദശാരം 300 ഷഷ്ടിഭർവ ഷണ്ണേ മൃനന്ദച്ഛതി യത്രിണാഭി കരാളസ്രോതോ ജഗദാച്ഛിദ്യതാവത്. ഹേ ഭഗവൻ, ലോകത്തിൽ യാതൊരുത്ര പ്രാകൃത ജനങ്ങളെയും അവരുടെ പ്രവൃത്തിയെ തന്നെ ആലോചന കൂടാതെ പിന്തുടരുന്ന മൃഗപ്രായന്മാരായ അറിവില്ലാത്ത ജനങ്ങളെയും ആശ്രയിക്കാതെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന 3 വിധ സന്താപങ്ങളെയും തീർത്ത് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്ന അങ്ങയുടെ പാദപത്മമാകുന്ന കുടയുടെ നിഴലിനെ സർവദാ ആശ്രയിച്ച് അങ്ങയുടെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ അന്യോന്യം കേൾപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രവൃത്തിരൂപമായ മധുരമേറിയ അമൃതത്തിൻ്റെ ആസ്വാദനത്താൽ വിശപ്പ്, ദാഹം മുതലായ ദേഹധർമ്മങ്ങളെ കൂടെ അറിയാതെ കാലം കഴിക്കുന്നുവോ അവരെ അങ്ങയുടെ കാലചക്രം ബാധിക്കുന്നില്ല. മറ്റുള്ളവരെ ഒക്കെയും ബാധിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ആ കാലസ്വരൂപമായ ചക്രമാകട്ടെ നാശരഹിതമായ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചിരിക്കുന്നതും 13 മാസങ്ങളാകുന്ന ആരങ്ങളും 360 ദിവസങ്ങളാകുന്ന വട്ടകളും 6 ഋതുക്കളാകുന്ന ചക്രധാരകളും നിമിഷം, നാഴിക എന്നിങ്ങനെ പറയപ്പെടുന്ന അനന്തദളങ്ങളും 3 ചാതുർമാസ്യങ്ങളാകുന്ന ദ്വാരങ്ങളുള്ളതുമാകുന്നു. ലോകത്തെ മുഴുവനും ആകർഷിച്ചുകൊണ്ട് ഭയങ്കരമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആ കാലചക്രം ഭക്തന്മാരല്ലാത്തവരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുന്നു. ഭക്തന്മാരാകട്ടെ കഥാശ്രവണാദികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകയാൽ അവരുടെ ആയുഷ്കാലം സബലമായി കഴിയുന്നതിനാൽ അവർ കാലബാധ കൂടാതെ ജീവിക്കുന്നവരാകുന്നു. അവർ മാത്രം ഭയരഹിതന്മാർ. അതിനാൽ കർമ്മജ്ഞാന യോഗങ്ങളെക്കാൾ ഭക്തിയോഗം ശ്രേഷ്ഠമെന്നു പറയുന്നു. 3 കൊല്ലം കഴിയുമ്പോൾ മലമാസം എന്ന പേർ പറയപ്പെടുന്ന ഒരു മാസമുണ്ട്. അതോടുകൂടിയാണ് 13 മാസം എന്നിവിടെ പറഞ്ഞത്. ഏകസ്വയം സൻ ജഗതസ്സിസൃക്ഷയാ ദ്വിതീയയാത്മന്നതിയോഗമായയാ സൃജസ്യദപ്പാസി പുനർഗ്രശിഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്തിഭിഃ. സകലത്തിൻ്റെയും ആദികാരണമായ അങ്ങയെ ആശ്രയിക്കുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഭഗവൻ ഏകൻ മാത്രമേയുള്ളൂ. ജീവരാശികൾക്ക് ഭോഗാനുഭവത്തിനുപകരിക്കുന്ന ശരീരങ്ങളെ നൽകുവാനുള്ള
ആഗ്രഹരൂപമായ കാരുണ്യം എപ്പോൾ ഭഗവാന് ജനിച്ചുവോ അപ്പോൾ ആത്മാവിലിരിക്കുന്ന അദ്വിതീയയായ യോഗമായയെ പ്രകാശിപ്പിച്ചു. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ ആ യോഗമായയിൽ നിന്നുണ്ടായി. ഇങ്ങനെ ക്രമത്തിൽ ഭൂമ്യാദിഭൂതങ്ങളുണ്ടായി. ആ മാതിരി ശക്തികൾ കൊണ്ട് ഏകനായ അങ്ങ് ഈ കാണപ്പെടുന്ന ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എട്ടുകാലി എന്ന പ്രാണി തന്നിൽ നിന്നു തന്നെ നൂലിനെ ജനിപ്പിക്കുകയും ആ നൂലുകൊണ്ട് വലയുണ്ടാക്കുകയും ചെയ്ത ശേഷം ആ വലയിലിരുന്ന് ജീവിതത്തെ നയിക്കുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ വലയെ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ അങ്ങും തന്നിലിരിക്കുന്ന യോഗമായയെ കൊണ്ടുണ്ടാക്കിയ ലോകത്തിൽ ജീവരൂപേണ വസിക്കുകയും അതിനെ ഈശ്വരഭാവത്താൽ രക്ഷിക്കുകയും ഒടുവിൽ അധിഷ്ഠാനമായ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ സകലത്തിനും ആദിമൂലം അങ്ങാകുന്നു. നെയ്തദ്ബദാദീശപദം തവേപ്സിതം എന്മായയാ നസ്തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായാസ്ത്വബിയർഹിമായയാ ലസത്തുളസ്യ തനുവാ വിലക്ഷിതഃ. ഹേ സർവേശ്വര, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതായ സ്ഥാനം, പ്രജാസൃഷ്ടി ചെയ്യുവാൻ ഉപകരിക്കുന്ന ഭാര്യയോടുകൂടെ ചേർന്ന് വസിപ്പാൻ ആഗ്രഹിച്ചതായ ഗൃഹസ്ഥാശ്രമ സ്വീകാരരൂപമായ സ്ഥാനം, സംസാര ദുഃഖ കാരണമായി വരാമെന്നുള്ള ഹിതചിന്ത നിമിത്തം അങ്ങേക്ക് ഇഷ്ടമായതായിരിക്കില്ല. എങ്കിലും സംസാര ദുഃഖത്തിന് ഉപകരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദി വിഷയങ്ങളെയും അങ്ങയുടെ മായാശക്തിയെ കൊണ്ട് അങ്ങുതന്നെയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ അങ്ങയുടെ തുളസിമാല ധരിച്ചിരിക്കുന്ന ഈ ദിവ്യരൂപത്തെ കാണുവാൻ സംഗതി വരുന്ന പക്ഷം ആ വിഷയസുഖാനുഭവം ഞങ്ങളുടെ അനുഗ്രഹത്തിനായി കൊണ്ട് ഭവിക്കട്ടെ. 3 വിധമായ ഋണങ്ങളെ തീർക്കുന്നതിനുപകരിക്കുമാറ് ഭവിക്കട്ടെ. അതിനു വേണ്ടുന്ന മുഖ്യോപകരണമായ ധർമ്മപത്നിയെ ലഭിപ്പാൻ മതിയായ അനുഗ്രഹം നൽകണം. തം ത്വാനുഭൂത്യോപരതക്രിയാർത്ഥം സ്വമായയാ വർത്തിതലോകതന്ത്രം നമാമ്യഭീഷ്ണം നമനീയപാദ സരോജമൽപീയസി കാമവർഷം. ഹേ ഭഗവൻ, അങ്ങ് പരിപൂർണാനന്ദ സ്വരൂപനായതുകൊണ്ട് ക്രിയാസാധ്യമായിരിക്കുന്ന യാതൊരു ഫലത്തെയും ആഗ്രഹിക്കുന്നില്ല. ലോകസൃഷ്ടിക്കാവശ്യമായ സകല ദ്രവ്യങ്ങളും അങ്ങയുടെ ലീലാരൂപമായ സങ്കല്പത്താൽ തന്നെ സിദ്ധിക്കുന്നു. അല്പമായ ആരാധന ചെയ്യുന്നവനും അഭീഷ്ടത്തെ ദാനം ചെയ്യുന്നു. ഇപ്രകാരമായതുകൊണ്ട് അങ്ങയുടെ പാതാരവിന്ദം തന്നെയാണ് നമസ്കരിപ്പാൻ യോഗ്യമായിരിക്കുന്നത്. അതിനാൽ സ്വാനന്ദാനുഭവത്താൽ സംതൃപ്തനും പരോപകാരിയുമായ അങ്ങയെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. മൈത്രേയോ ഉവാച ഇത്യവ്യളീകം പ്രണുതോ ജനാഭാ സ്തമാഭഭാഷേ വചസാമൃതേന സുവർണപക്ഷോ പരിശോജമാനഃ പ്രേമസ്മിതോദ്ദീഷണ വിഭ്രമദ്ഭ്രുഹു. മൈത്രേയർ പറഞ്ഞു, കർദമ പ്രജാപതിയുടെ പരമാർത്ഥ ഭക്തിപൂർവകമായ ഇപ്രകാരമുള്ള സ്തോത്രത്തെ കേട്ട് ആനന്ദിച്ച ഭഗവാൻ ശ്രീ പത്മനാഭൻ ഗരുഡവാഹനത്തിന്മേൽ ഇരുന്നു വിളങ്ങുന്ന ആ മനോഹരമായ സ്വരൂപമുള്ള ദേവൻ പ്രേമസൂചകമായ മന്ദഹാസത്തോടുകൂടെ കടാക്ഷിക്കുന്ന സമയത്തിൽ വിലാസത്തെ പ്രകാശിപ്പിക്കുന്ന പുരികങ്ങളോടുകൂടിയ ആ പുരുഷോത്തമൻ അമൃതസദൃശമായ മധുരവാക്കുകൊണ്ട് ആ ഭക്തനോട് ഈ വിധം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച വിദിത്വാ തവ ചൈത്യം മേ പുരൈവ സമയോജിതത് യദർത്ഥമാത്മനിയമൈഃ ത്വയാവാഹം സമർച്ചിതഃ. യമനിയമാദികളോടുകൂടെ ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ട് ഭവാൻ എന്നെ ശ്രദ്ധാസമേതം പൂജിച്ചുവോ നിന്റെ ആ മനോരഥത്തെ പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കുന്ന ഞാൻ ആ കാര്യനിവൃത്തിക്ക് വേണ്ടതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ അരുൾ ചെയ്തു. നവൈജാതുർഷൈവ സ്യാത് പ്രജാധ്യക്ഷമദർഹണം ഭവദ്യുദേഷ്യതിതരാം മയി സംഗൃഭിതാത്മനാം. ഹേ പ്രജാപതേ, ആരെന്നെ ആരാധിക്കുന്നതായാലും ആ ആരാധനം ഒരു കാലത്തും നിഷ്ഫലമായി വരികയില്ല. വിശേഷിച്ചും എന്നിൽ തന്നെ വിധിപ്രകാരം മനസ്സിനെ ഉറപ്പിച്ചു ഭജിക്കുന്ന അങ്ങയെപ്പോലെയുള്ളവരിൽ എൻ്റെ അനുഗ്രഹം പരിപൂർണമായുണ്ടാകും. പ്രജാപതിസുതസമ്രാണന്യുർവിഖ്യാതമംഗളഃ ബ്രഹ്മാവർത്തം യോ ദിവസൻ ശാസ്തി സപ്താർണവാം മഹീം സചേഹ വിപ്രരാജർഷിർമഹിഷ്യാ ശതരൂപയാ ആയാസ്യതീതി ദൃഷുസ്ത്വാം പരശ്വോ ധർമ്മകോവിദഃ. ആത്മജാമസിതാഭാംഗീം വയശീലഗുണാന്വിതാം മൃഗയന്തീം പദീം ദാസ്യത്യനുരൂപായതേ പ്രഭോ. തപസ്സു ചെയ്യുന്നതിൻ്റെ ആവശ്യം മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതിനാൽ
അങ്ങയുടെ ആ അഭിലാഷം സാധിപ്പാൻ വേണ്ടുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. ഹേ പ്രജാപതേ, എന്നെ സേവിക്കുന്നത് എപ്പോഴും ആർക്കും നിഷ്ഫലമായി വരികയില്ല. അനുരൂപഫലത്തെ ഞാൻ അവർക്ക് നൽകാതിരിക്കുകയില്ല. ബ്രഹ്മാവിൻ്റെ പുത്രനും സുപ്രസിദ്ധങ്ങളായ മംഗളകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവനും ബ്രഹ്മാവർത്തം എന്ന് പേർ പറയപ്പെടുന്ന പുണ്യസ്ഥലത്തിരുന്ന് 7 സമുദ്രങ്ങളായി ചൂഴപ്പെട്ടിരിക്കുന്ന ഭൂമിയെ മുഴുവനും ധർമ്മം തെറ്റാതെ പരിപാലിക്കുന്ന ചക്രവർത്തിയുമായ സ്വയംഭുവൻ എന്നു വിഖ്യാതനായ മനുവാകുന്ന രാജർഷി, ഹേ വിപ്ര, പട്ടമഹിഷിയായ ശതരൂപയോടുകൂടെ ഇന്നു മുതൽ 3-ാം നാൾ അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വരും. ധർമ്മത്തിൽ നിപുണനായ ആ രാജർഷി അതിസുന്ദരിയും പ്രായം, സൗന്ദര്യം, സൽഗുണം എന്നിവയാൽ അങ്ങയ്ക്ക് അനുരൂപയുമായ പുത്രിക്ക് സദൃശനായ വരനെ അന്വേഷിച്ചു കൊണ്ടുവരും. ഹേ പ്രഭോ, അവരുടെ പുത്രിക്ക് യോജിച്ച ഭർത്താവായ അങ്ങയ്ക്ക് ആ കന്യകയെ ദാനം ചെയ്യും. ഇങ്ങനെ അങ്ങയുടെ അനുരൂപ ഭാര്യ ലാഭരൂപമായ ആഗ്രഹം സാധിക്കും. സമാഹിതം തേ ഹൃദയം യത്രേമാൻ പരിവത്സരാൻ സാത്വാം ബ്രഹ്മൻ നൃപവധൂഹു കാമമാശു ഭജിഷ്യതി യാത ആത്മഭൃതം വീര്യം നവദാ പ്രസവിഷ്യതി വീര്യേ ത്വദീയേ ഋഷയ ആദാസ്യന്ത്യഞ്ജസാത്മനഃ. ബ്രഹ്മത്തെ അറിഞ്ഞുപാസിച്ചിരിക്കുന്ന അങ്ങയുടെ സങ്കല്പം സത്യമായി ഭവിക്കും. ഈ 10,000 സംവത്സരക്കാലം യാതൊരു ഭാര്യയെ ആഗ്രഹിച്ചിട്ട് മനസ്സിനെ ഏകാഗ്രതയോടുകൂടെ അടക്കിവെച്ചുവോ, ആ ഭാര്യയായിട്ട് അങ്ങയ്ക്ക് ലഭിക്കുന്ന ആ രാജകന്യകയിൽ അങ്ങയുടെ വീര്യത്തിൽ നിന്ന് 9 കന്യകമാർ ജനിക്കും. അവരെ മരീച്യാദികളായ ഋഷികൾ കല്യാണം കഴിക്കും. അവരിൽ ആ ഋഷികളുടെ വീര്യത്തിൽ നിന്ന് അവർക്ക് തുല്യന്മാരായ സൽപുത്രന്മാർ ഉത്ഭവിക്കും. ത്വംജ സമൃഗനിഷ്ഠായ നിദേശം മൗഷത്തമഃ മയി തീർത്ഥികൃതാശേഷ ക്രിയാർത്ഥോ മാം പ്രബൽസ്യസേ. അങ്ങ് പുത്രോത്പാദനം ചെയ്യണമെന്നുള്ള എൻ്റെ ആജ്ഞയെ വേണ്ടതുപോലെ നിർവഹിക്കുകയും 3 വിധം ഋണങ്ങളെയും തീർക്കുകയും ചെയ്തതിനാൽ ഉത്കൃഷ്ടനായിട്ട് എന്നിൽ സമസ്ത കർമ്മബലങ്ങളെയും സമർപ്പിച്ച ശേഷം അവസാനം എന്നെ പ്രാപിക്കും. കൃത്വാ ദയാം ജജീവേഷു ദത്വാ ചാഭയമാത്മവാൻ മയ്യാത്മാനം സഹജഗത് ദ്രക്ഷ്യസ്യാത്മനി ചാഭിമാം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ സർവ്വജീവന്മാരിലും ദയോടുകൂടെ അന്നദാനാദികൾ കൊണ്ടും സന്യാസാശ്രമത്തിൽ ഇരിക്കുമ്പോൾ സർവ്വജീവന്മാരിലും സുഖികളായി ഭവിക്കണമെന്നുള്ള സങ്കല്പരൂപമായ അഭയപ്രദാനം കൊണ്ടും ഇന്ദ്രിയ ജയത്തോടുകൂടെ ആത്മാവിനെ മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചുകൊണ്ടുമിരിക്കുന്ന അങ്ങ് ലോകവും ആത്മാവും എന്നിലിരിക്കുന്നുവെന്നും ആത്മാവിൽ തന്നെ ഞാനും ഇരിക്കുന്നുവെന്നും കാണും. സഹാഹം സ്വാംശകലയാ ത്വദ്വീര്യേണ മഹാമുനെ തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യേ തത്വസംഹിതാം. ഹേ മഹാനായ മുനെ, അങ്ങയുടെ വീര്യത്തിൽ കൂടെ എൻ്റെ അംശകലയെ പ്രവേശിപ്പിച്ചിട്ട് അങ്ങയുടെ ഭാര്യയായ ദേവഹൂതിയിൽ ഞാൻ തന്നെ അവതരിക്കും. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ എന്നീ 3 പേരുടെയും സ്വരൂപത്തെ വേർതിരിച്ചറിവാൻ ഉപകരിക്കുന്ന സംഹിതയെ, അതായത് ശാസ്ത്രത്തെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നുണ്ട്. മൈത്രേയ ഉവാച. ഏവം തമനുഭാഷ്യാദ ഭഗവാൻ പ്രത്യഗജക്ഷജഃ ജഗാമ ബിന്ദുസരസഃ സരസ്വത്യ പരിസൃതാത്. മൈത്രേയർ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ അതാതു വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച ശേഷം മനസ്സിൻ്റെ ചാഞ്ചല്യത്തെയും അടക്കി ധ്യാനിക്കുമ്പോൾ അന്ധഃകരണത്തിൽ പ്രത്യക്ഷനായി ഭവിക്കുന്ന പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണൻ ആ കർദമ പ്രജാപതിയോട് മേൽ വിവരിച്ച വിധം അരുളി ചെയ്തിട്ട് സരസ്വതീ നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ബിന്ദുസരസിൻ്റെ സമീപത്തുള്ളതായ ആ കർദമൻ്റെ ആശ്രമത്തിൽ നിന്നും അറിഞ്ഞു. ഭക്തിയോടുകൂടെ കർദമൻ നോക്കി നിൽക്കെ സകല സിദ്ധന്മാരാൽ ഭക്തിപൂർവം സ്തുതിക്കപ്പെടുന്നവനും അന്വേഷിക്കപ്പെടുന്നവനുമായ ഭഗവാൻ പക്ഷിരാജനായ ഗരുഡൻ്റെ പക്ഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബൃഹദ്രദന്തരങ്ങൾ എന്നു പറയപ്പെടുന്ന സാമങ്ങളടങ്ങിയ സാമവേദാധാരമായ ഋഗ് സമുദായത്തെ കേൾപ്പിച്ചും കൊണ്ട് മറഞ്ഞു. ഭഗവാൻ ആശ്രമത്തിൽ നിന്നും മറഞ്ഞതിനു ശേഷം ജ്ഞാനാദികളായ ഈശ്വരഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന കർദമൻ എന്ന ഋഷി ഭഗവാൻ അരുളി ചെയ്തതായ കാലത്തെ കാത്തുകൊണ്ട് ബിന്ദുസരസിൻ്റെ തീരത്തിലുള്ള ആശ്രമത്തിൽ തന്നെ വസിച്ചു. ഹേ വിതുര, സ്വർണമയങ്ങളായ അലങ്കാരങ്ങളാൽ അധികം ശോഭിക്കുന്ന തേരിൽ സ്വയംഭുവമനുവും അദ്ദേഹത്തിൻ്റെ മഹിഷിയായ ശതരൂപയും പുത്രിയായ ദേവഹൂതിയോടുകൂടി പുറപ്പെട്ടു. അനുരൂപനായ വരനെ അന്വേഷിച്ച് ഭൂമിയിൽ പലയിടത്തും സഞ്ചരിച്ച ശേഷം വ്രതസമാപ്തി വരുത്തി ശാന്തനായിരിക്കുന്ന കർദമമുനിയുടെ ആശ്രമത്തിൽ ഭഗവാൻ അരുളി ചെയ്ത ആ ദിവസത്തിൽ വന്നുചേർന്നു.
പ്രകൃതി രമണീയമായ ആ പുണ്യസ്ഥലത്തെ ആദിരാജാവായ സ്വയംഭൂമനു ഭാര്യയായ ശതരൂപയോടും പുത്രിയായ ദേവഹൂതിയോടും കൂടി പ്രവേശിച്ചപ്പോൾ ആശ്രമത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന കർദമമുനി അഗ്നിഹോത്രാദികളായ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് സ്വസ്ഥനായിരിക്കുകയായിരുന്നു. ആ മുനിയെ സ്വയംഭൂമനു ചെന്നുകണ്ടു. സ്വയംഭൂമനു കാണുന്ന സമയത്തിൽ കർദമ പ്രജാപതിയുടെ ആകൃതി ഏതു വിധമായിരുന്നു എന്ന് വിവരിക്കുകയാണ്. ഉഗ്രമായ തപസ്സിൽ നിഷ്ഠയോടെ ഇരുന്നു കൊണ്ട് സിദ്ധിച്ച കാന്തിവിശേഷമുള്ള ശരീരത്തിനാൽ തന്നെ അധികം ശോഭിച്ചിരുന്നു. തപസ്സു നിമിത്തം ശരീരം കൃശമായിട്ടുണ്ടെങ്കിലും സ്വയംഭൂമനു കാണുന്ന അവസരത്തിൽ അതികൃശമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സ്നേഹസൂചകമായ ഭഗവാന്റെ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം ആ ശരീരത്തിൽ വ്യാപിച്ചതുകൊണ്ടും ഭഗവാൻ അനുഗ്രഹരൂപമായി ചെയ്ത സംഭാഷണമാകുന്ന പൂർണ്ണചന്ദ്രൻ്റെ അമൃതസമാനമായ രസത്തെ ശ്രോതപുടത്താൽ ആസ്വദിച്ചതുകൊണ്ടും കുറെ പുഷ്ടിയെ പ്രാപിച്ചിരുന്നു. ഉന്നതമായ ദേഹവും താമരദളം പോലെ മനോഹരമായ നേത്രങ്ങളുള്ളവനും ജടാവൽക്കലങ്ങളെ ധരിച്ചിരിക്കുന്നവനുമായ കർദമമുനിയെ അരികത്തു ചെന്നു കണ്ടു. ആ കരത്തിൽ നിന്നെടുത്തതും വേണ്ടതുപോലെ കടഞ്ഞു ചളി കളയാത്തതുമായ ഒരു മഹാരത്നത്തോട് ആ കർദമമുനിയെ സാദൃശ്യപ്പെടുത്താം എന്നാണ് ആ സമയത്ത് സ്വയംഭൂമനുവിനുണ്ടായ വിചാരം. പുത്രിക്ക് സർവദാ സദൃശനായ വരൻ തന്നെ എന്ന സംതൃപ്തി ദർശനമാത്രത്തിൽ ഉണ്ടായി. പർണശാലയിൽ പ്രവേശിച്ച ശേഷം തൻ്റെ മുമ്പിൽ നമസ്കരിച്ച ആദിരാജാവായ സ്വയംഭൂമനുവിനെ ആശീർവാദങ്ങൾ ചെയ്ത് അഭിനന്ദിച്ച ശേഷം ആ മഹാരാജാവിൻ്റെ സ്ഥിതിക്കനുസരിച്ചതായ സൽക്കാരത്താൽ അദ്ദേഹത്തെ അംഗീകരിച്ചു. സൽക്കാരം സ്വീകരിച്ചും വിനയത്തെ പ്രകാശിപ്പിച്ചും കൊണ്ടിരിക്കുന്ന രാജാവിനെ സന്തോഷിപ്പിക്കുവാൻ ഭഗവാന്റെ ആജ്ഞകളെ സ്മരിച്ചുകൊണ്ട് കർദമ പ്രജാപതി മധുരവും മൃദുവുമായ വാക്കുകളെ ഉപയോഗിച്ച് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, അങ്ങ് സഞ്ചരിക്കുന്നത് സദാചാരത്തിൽ ഉറച്ചിരിക്കുന്ന സജ്ജനങ്ങളെ പരിചരിപ്പാനും ദുരാചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ശാസിപ്പാനും വേണ്ടിയിട്ടു തന്നെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സർവ്വലോകങ്ങളെയും സംരക്ഷിക്കുന്ന ശ്രീഹരിയിലിരിക്കുന്ന പരിപാലന ശക്തിയുടെ സ്വരൂപഭൂതനാണല്ലോ. പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിനു വേണ്ടിയിട്ടു തന്നെയാണ് അങ്ങയുടെ സഞ്ചാരമെന്ന് പറയാതെ തന്നെ ഞാൻ ധരിച്ചിരിക്കുന്നു. മനുവിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണവ തേജസ്സിനെ കർദമൻ നമസ്കരിക്കുന്നു. ലോകത്തെ പരിപാലിപ്പാനായിട്ട് യാതൊരുവൻ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇന്ദ്രൻ, വായു, യമൻ, ധർമ്മൻ, വരുണൻ എന്ന 8 പേരുടെ അംശങ്ങളെ ഏക ശരീരത്തിൽ ധരിക്കുന്നുവോ ആ ശ്രീഹരിയായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ക്ഷത്രിയൻ ബ്രാഹ്മണനാൽ നമസ്കാര്യനല്ലെങ്കിലും ക്ഷത്രിയനിൽ ഗൂഢമായി നിവസിക്കുന്ന അഷ്ടദിക്പാലാംശഭൂതനായിരിക്കുന്ന ശ്രീഹരിയെ ബ്രാഹ്മണനും നമസ്കരിക്കേണ്ടതാണെന്ന് എന്നുള്ള സദാചാരത്തെ സ്പഷ്ടമാക്കി. ലോകരക്ഷാർത്ഥം സർവത്ര സഞ്ചരിക്കുന്ന അങ്ങ് പ്രസംഗവശാൽ ഇവിടെ വരുന്നതിന് പ്രത്യേക കാരണം ആവശ്യമില്ല. എങ്കിലും വിശേഷവിധി ഉദ്ദേശം വല്ലതുമുണ്ടെങ്കിൽ അത് കേൾപ്പാൻ ഞാൻ ആഗ്രഹമുള്ളവനാണെന്ന് പറയുന്നു. രത്നാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചതും ജയപ്രദവുമായ രഥത്തിലിരുന്ന് ഞാൻ വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഭയങ്കരമായ ശബ്ദത്താൽ തന്നെ പാപികളെ ഭയപ്പെടുത്തുന്നതിന് മതിയായ പരാക്രമശാലിയായ അങ്ങ് സൈന്യങ്ങളുടെ പാദതാടന നിമിത്തം പൊങ്ങുന്ന ധൂളിയാൽ ആകാശത്തെ ആച്ഛാദനം ചെയ്തും ഭൂമണ്ഡലത്തെ വിറപ്പിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന മഹാസേനയെ ഒരുമിച്ച് ചേർത്തിയും കൊണ്ട് സൂര്യനെപ്പോലെ പ്രതാപശാലിയായിട്ട് ലോകത്തിൽ 4 ഭാഗത്തും സഞ്ചരിക്കാതെ ഇരുന്നാൽ ഭഗവാൻ ലോകരക്ഷയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന വർണ്ണാശ്രമാദി മര്യാദകൾ ദുർജനങ്ങളുടെ അക്രമനിമിത്തം ഭേദിച്ചു പോകും എന്നുതന്നെയല്ല. ദണ്ഡധരനായ അങ്ങ് ഉദാസീനനായി ഇരിപ്പാണെന്ന് കണ്ടാൽ കേവലം അർത്ഥാതുരന്മാരായ ജനങ്ങളെ ശാസിപ്പാൻ ആളില്ലെന്ന് അവരറിഞ്ഞ് പല ദ്രോഹങ്ങളും ലോകത്തിൽ നടത്തി തുടങ്ങും. ഇങ്ങനെ ദുർജനങ്ങളുടെ പീഡയിൽ അകപ്പെട്ട് ലോകം അജിരേണ നഷ്ടപ്രായമാകും. അതുകൊണ്ട് സർവത്ര സഞ്ചരിപ്പാൻ അധികാരിയാണ് അങ്ങ് എന്ന പരമാർത്ഥം ഞാൻ ധരിച്ചിരിക്കുന്നു. എങ്കിലും പരാക്രമശാലിയായ ഭവാൻ എൻ്റെ ആശ്രമത്തിൽ വന്നിരിക്കുന്നതിൽ വിശേഷസംഗതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചുകൊള്ളുന്നു. ഉണ്ടെന്നു വരികിൽ ആ ആവശ്യത്തെ നിർവ്യാജമായ മനസ്സോടുകൂടെ അംഗീകരിപ്പാൻ ഒരുക്കമുള്ളവരാണ് ഞങ്ങളെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്നു. 21-ാം അധ്യായം സമാപിച്ചു. 22-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.